എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നേരത്തെ തന്നെ എഴുന്നേറ്റിട്ട് ഞാൻ മുറ്റൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ പുല്ല് വെട്ടാനായിട്ട് ആളെ വിളിച്ചിട്ടുണ്ടെന്ന്. പുല്ല് വെട്ടാൻ ആളൊക്കെ വന്ന് പുല്ലൊക്കെ വെട്ടി പോയിട്ടുണ്ട്. നമുക്ക് ക്ലീൻ ചെയ്ത് കളയാനായിട്ട് ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം മഴ കാരണം നമുക്കൊരു രക്ഷയുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ച് ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് മുടക്കാണ്. നമുക്ക് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അതൊന്ന് ക്ലീൻ ചെയ്ത് കളയാമെന്ന് കരുതി, കാരണം നാളെ നമുക്ക് അത്താണല്ലോ വരണേ. അപ്പോൾ ഇന്ന് എന്തായാലും ഇത് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇന്ന് ആഗസ്റ്റ് 15 അപ്പോൾ നമുക്ക് മുടക്കമുള്ള ദിവസമാണ്. അപ്പോൾ തന്നെ അത് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. ഇന്ന് നമുക്ക് ഒരു ഫ്ലാഗ് ഓഫ് ഉണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള അംഗനവാടിയിൽ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ ഊട്ടുപെരുന്നാളാണ്, അപ്പോൾ അങ്ങോട്ടേക്ക് ഒന്ന് പോകണം. ഊട്ടുപെരുന്നാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട് വരുന്നത് വേലുപ്പാടത്താണ്. വേലുപ്പാടം തീർത്ഥകേന്ദ്രമാണ്, സെൻറ്റ് ജോസഫ് തീർത്ഥകേന്ദ്രമാണ് ഞങ്ങളുടെ പള്ളിയടവക എന്ന് പറയുന്നത്. അവിടെ ഇന്നേ ദിവസം അവിടെ ഊട്ടുണ്ടായിരിക്കും. അപ്പോൾ ഊട്ട് കഴിക്കാനായിട്ട് പോകണം. ഇതൊക്കെയാണ് ഇന്നത്തെ കൊച്ചു കൊച്ചു പരിപാടികൾ. അപ്പോൾ വേഗം തന്നെ നമ്മുടെ മുറ്റം ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് പുല്ലൊക്കെ ഞാനൊന്ന് വടിച്ചെടുത്ത് കളഞ്ഞിട്ട് ചൂല് വെച്ചിട്ട് ഒന്ന് അടിച്ചും കൂടി ഇടുകയാണ്. കാരണം മഴ കാരണം നമ്മൾ ആ കമ്പിയുടെ ഇത് വെച്ചിട്ട് നമ്മൾ വലിച്ച് കളഞ്ഞല്ലോ, എന്നാലും ചെറിയ ചെറിയ പുല്ലുകളൊക്കെ അവിടെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ചൂലുകൊണ്ട് അടിക്കുമ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചൂലുകൊണ്ട് കൂടി ഒന്ന് അടിച്ചതാക്കിയത് കേട്ടോ. സമയം 8:45 ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലാഗ് ഓഫ് ഉണ്ട്. അപ്പോൾ വേഗം തന്നെ ഇറങ്ങണം. പതാക ഉയർത്താൻ വേണ്ടി പോവാണ്ടാ. നമുക്ക് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്ക്. നമ്മള് അംഗനവാടിക്ക് പോവാണ്. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. ആദ്യമായിട്ടാണ് അമ്പൂശി ഇങ്ങനെ അംഗനവാടിയിലെ ഇൻഡിപെൻഡൻസ് ഡേയുടെ പരിപാടിയിലേക്ക് പോകുന്നത്. അപ്പോൾ തന്നെ ആൾ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. സംഭവം എന്താണെന്ന് അറിയാതെ കാരണം ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിരുന്ന ടീഷർട്ടാണ് ആ വിട്ടിരിക്കുന്നത് കേട്ടോ. ടീഷർട്ടല്ല, ജേഴ്സി. അത് കിട്ടിയപ്പോൾ തന്നെ ആൾ അത്യാവശ്യം നന്നായിട്ട് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ചെന്ന് ഫ്ലാഗൊക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ടീച്ചർ ഇത് അവൻ്റെ അംഗനവാടി ടീച്ചറാണ്. അംഗനവാടി ടീച്ചറുടെ കൂടെ കുറച്ച് സെൽഫീസൊക്കെ എടുക്കണമായിരുന്നു. ഫ്ലാഗ് ഓഫ് ചെയ്യാനായിട്ട് പ്രസിഡൻ്റാണ് വന്നിട്ടുണ്ടായിരുന്നത്. പ്രസിഡൻറ്റ് വന്ന് ഒരു മെസ്സേജൊക്കെ പാസ് ചെയ്തതിന് ശേഷമാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത് കേട്ടോ. മധുരമില്ലാതെ എന്താ ആഘോഷമല്ലേ. പായസം ഉണ്ടായിരുന്നു. പായസം കുടിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടാ. ഞാൻ വീട്ടിലെത്തിയിട്ടാ. നമ്മൾ ലഞ്ചിനുള്ള പരിപാടികൾ തുടങ്ങി. അപ്പം ഏകദേശം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങകൾ ചിരകെന്ന് തോന്നുന്നു. ഞാൻ ഓടി പിടിച്ച തേങ്ങയൊക്കെ ചിരകാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പള്ളിയിൽ പോകാനായിട്ട്. അപ്പം വേഗം പണികൾ നമുക്ക് എടുക്കാം. ഞങ്ങൾ വേലിപ്പാടംകാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ആഗസ്റ്റ് 15. നമ്മൾ തേങ്ങാപ്പാൽ കുടിക്കണ്ടായിരിക്കും. നല്ല നാടൻ ചിക്കൻ കറിയാണ് അമ്മ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ചെറുതായിട്ടൊരു എരിവ് കൂടി പോയിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടെന്ന് വെച്ചാൽ കുറച്ച്. അപ്പോൾ ആ എരിവ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാമെന്ന് കരുതിയാണ്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് തന്നെ അടുപ്പത്തേക്ക് വെച്ചേക്കാണ്. അപ്പുറത്തെ ചട്ടിയിൽ ഞാൻ വേഗം തന്നെ ഉള്ളി കാച്ചി ഒഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഉള്ളിയും കൂടി കാച്ചാണ് കേട്ടോ അപ്പുറത്ത്. അപ്പോഴേക്കും മമ്മിയും അപ്പച്ചനും കൂടിയിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് ഒരു ഉച്ചയോട് കൂടിയിട്ട് നമുക്ക് പള്ളിയിലേക്ക് പോവാം. നമുക്ക് 6 മണി വരെയോളം പള്ളിയിൽ ഊട്ടുണ്ട്. അപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞ ഒരു 3 മണി 3:30 സമയത്ത് നമുക്ക് പള്ളിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല. ഉച്ച സമയമാകുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. നമുക്ക് ഊട്ട് കഴിക്കാനായിട്ട് ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരും. പിന്നെ ചെറുതായിട്ട് മഴയുണ്ട്. കൊച്ചിനെ കൊണ്ടുപോകുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മളൊരു 3 മണി 3:30 ആ സമയം തിരഞ്ഞെടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ലഞ്ചും എല്ലാവരും കൂടിയിട്ട് കഴിക്കാം. അത് കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് ചായ കുടിച്ചിട്ട് നമുക്ക് പള്ളിയിലേക്ക് പോകാമെന്ന് കരുതി. നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടോ. അതിൻ്റെ ഇടയിൽ തന്നെ ചിക്കൻ കറിയും പിന്നെ നമുക്ക് നല്ല മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. ചോറൊക്കെ ആയിരുന്നു കറി ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കൂട്ടാനൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു 1 മണിയോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ മീൻ കറി, സർലാസ്, ചിക്കൻ കറി, ബീഫ് കറി, ഇതൊക്കെയായിരുന്നു നമുക്ക് സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് തന്നെ എല്ലാവരും കൂടിയിട്ട് വാഴയിലയിൽ നമ്മൾ ചോറ് തിന്നാണ്. ഇതൊരു പ്രത്യേക ഒരു സന്തോഷമാണ് എല്ലാവരും കൂടി കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഇനി പള്ളിയിൽ പോവാണ്ട. നമ്മൾ എല്ലാവരും
ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 3 മണി ആയിട്ടുള്ള സമയം. അപ്പോൾ 3 മണിക്കാണ് നമ്മൾ ഊട്ട് കഴിക്കാൻ പോണേ. അപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കണേ. അപ്പോൾ നമുക്കിനി പള്ളിയിൽ പോയിട്ട് കാണാം. പള്ളിയിലെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 2 കൂട്ടരും രണ്ട് വഴിക്കായിട്ടാണ്. കാരണം അപ്പച്ചൻ്റെ അമ്മയും ഊട്ട് കഴിക്കാനായിട്ട് നിൽക്കുന്നില്ല. പള്ളിയിൽ കയറിയിട്ട് അവർ അങ്ങ് വീട്ടിലേക്ക് പോകും. ഞാനും അമ്മയും ഊട്ട് കഴിക്കാനായിട്ട് കയറിയിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇന്നിവിടെ സ്റ്റേ ആണ്. അപ്പോൾ ഇനി അമ്മയും അപ്പച്ചനും പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അംബ്രോസിത്തിരി വാശി കാണിക്കും. അത് തന്നെ കരച്ചിലൊന്നും വേണ്ടാന്ന് എഴുതിയിട്ട് ഞങ്ങൾ അപ്പം തന്നെ ഊട്ട് കഴിക്കാനായിട്ട് കയറി. നമ്മൾ അധികം തിരക്കുണ്ടായിരുന്നില്ല ഈ സമയമായ കാരണം. ഇത് എൻ്റെ സ്കൂളാണ്. ഞാൻ എൻ്റെ ഹൈസ്കൂൾ പഠിച്ചത് ഇവിടെയാണ്. 8, 9, 10 അത് മൊത്തം ഇവിടെയാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ എൻ്റെ ഒരു ഓർമ്മകളാണ്. ഒരുപാട് ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന സ്ഥലമാണിത്. ഇതേ കാണുന്നതാണ് എൻ്റെ 10ാം ക്ലാസ് 10A. അതായിരുന്നു എൻ്റെ ക്ലാസ് റൂം. ഊട്ട് കഴിക്കുന്നോടത്ത് അത്ര വലിയ തിരക്കൊന്നുണ്ടായിരുന്നില്ല. കണ്ണാൾ എൻ്റെ കൂടെ പഠിച്ച ഊട്ടിനുള്ള സംഭവങ്ങളാണ് കേട്ടോ. ചോറ്, പപ്പടം, ഇഞ്ചമ്പുളി, അച്ചാർ, സാമ്പാർ, പിന്നെ ഒരു ചെറിയൊരു എരിശ്ശേരി, പിന്നെ മെയിനായിട്ട് പായസം. ഞാൻ പറഞ്ഞ ഓർഡറുകളൊക്കെ അങ്ങോട്ടും തെറ്റാണ്, പക്ഷേ ഐറ്റംസൊക്കെ ഇതാണുള്ളത്. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ ഫുഡ് കഴിച്ചു. ഇതാണ് നമ്മുടെ കുരിശുമല, വേലിപ്പാടംകാരുടെ സ്വന്തം കുരിശുമല. ഡേവിസ് അച്ഛൻ ഉണ്ടായ സമയത്ത് പണിതതാണ് ഈ കുരിശുമല. നമ്മുടെ കുരിശിൻ്റെ വഴിയൊക്കെ ഇവിടെയാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. സമയം ഒരു 3:30 ആയിട്ടുണ്ട്. 3:30ക്ക് നമുക്കൊരു കുർബാനയുണ്ട്, ലാസ്റ്റ് കുർബാനയാണ്. അപ്പോൾ ആ കുർബാനയ്ക്ക് വന്നതിൻ്റെ തിക്കും തിരക്കാന്ന് തോന്നുന്നു. അത്യാവശ്യം നന്നായിട്ട് ആൾക്കാരുണ്ടായിരുന്നു പള്ളിയിൽ. ഇതാണ് നമ്മുടെ ഔസേപ്പ് പിതാവ്, എൻ്റെ മെയിൻ കക്ഷിയാണ്. ഞാൻ എല്ലാ സങ്കടങ്ങളും അദ്ദേഹത്തിനോടാണ് പറയുന്നത്. ഞാൻ ആളും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് കേട്ടോ. എന്ത് ബന്ധമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെയാണ്. ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും ഓൺ ദ സ്പോട്ടിൽ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. ഒപ്പം ഹൈപ്പും കൂടി തരണം കേട്ടോ. അപ്പോൾ നാളെ ഒരു ഓണ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ഓണ സെലിബ്രേഷൻ അല്ല, ആദ്യ ഓണ സെലിബ്രേഷൻ ആയിരിക്കും എന്ന് ഗസ് ചെയ്തോളാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.